ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു അധോലോക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആരോപണം അത് ഉന്നയിച്ച ശ്രീ അൻവറിനെ കൊണ്ട് ഏതാണ്ട് പിൻവലിപ്പിച്ച ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. പുലി പോലെ വന്ന അൻവർ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എലി പോലെയാണ് മടങ്ങിപ്പോയത്. അൻവർ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആളുകളെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലിച്ചു, അങ്ങനെ ഒരാളാണ് ഈ ADGP എന്നാണ്. ദാവൂദ് ഇബ്രാഹിമിനെയാണ് അദ്ദേഹം മാതൃകയാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് പറയുന്നത് എന്നാണ് പറഞ്ഞത്. വാദിയും പ്രതിയും നിങ്ങളുടെ മുൻപാകെ ഹാജരാക്കും, ജനങ്ങളുടെ മുൻപാകെ ഹാജരാക്കും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു ADGP, അങ്ങനെ ഒരു ADGP കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന പാലനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് തുടരേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുണ്ടായിരുന്നത്. അൻവറിനെ നിശബ്ദനാക്കിയതുകൊണ്ട് കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ മുന്നിൽ നിന്ന് പിണറായി വിജയന് രക്ഷപ്പെടാനാവില്ല. ഒരു കാര്യം ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. കേരളത്തിലെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേതൃത്വം നൽകുന്നവർ IAS-കാരാണെങ്കിലും IPS-കാരാണെങ്കിലും അവർ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നവരാണ്, അവർ ഗുണ്ടാപ്പണിയെടുക്കുന്നവരാണ്, മുഖ്യമന്ത്രിയുടെയും മകളുടെയും സർവ കൊള്ളരുതായ്മകളുടെയും ചൂട്ടുപിടിക്കുന്നവരാണ്, അതിന് നേതൃത്വം നൽകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന P ശശിയെ തൊടാൻ, അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് പോലും മാറ്റാൻ, ഇന്നലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്നെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ സംഭവത്തോടുകൂടി ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് പോലും മാറ്റാൻ മുഖ്യമന്ത്രി തയ്യാറല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അങ്ങനെ മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ പല കൊള്ളരുതായ്മകളും പുറത്തു വരും. P ശശിയും അജിത് കുമാറിനെയും തള്ളിപ്പറയാൻ, അവരുടെ കുറ്റകൃത്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവർക്കെതിരായിട്ട് നടപടിയെടുക്കാൻ പിണറായി വിജയന് ധൈര്യമില്ല. കേരളത്തിലെ ജനങ്ങളുടെ 4 കോടി ജനങ്ങളുടെ നേതാവായിട്ടുള്ള സംസ്ഥാന മുഖ്യമന്ത്രി, ആ സംസ്ഥാന മുഖ്യമന്ത്രിയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭരണം എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചോളം അങ്ങേയറ്റത്തെ ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ PV അൻവറിനെ നിശബ്ദനാക്കിയതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്ന് പിണറായി വിജയൻ ധരിക്കരുത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നമ്മൾ കണ്ടതാണ്, 3 മാസം ശിവശങ്കർ അകത്ത് കിടന്നു. ഇവിടെ P ശശിയുടെയും അജിത് കുമാറിൻ്റെയും ഒക്കെ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അജിത് കുമാർ എത്തിയാൽ അജിത് കുമാർ മാത്രമാകില്ല അകത്ത് പോകുന്നത് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് പിണറായി വിജയൻ അൻവറിനെ വിളിച്ച് തൽക്കാലത്തേക്ക് ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യത്തിൽ ഞാൻ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളെ നിശബ്ദരാക്കാൻ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ, പൊതുമനസാക്ഷിയുടെ മുന്നിൽ കുറ്റവിമുക്തനാകാൻ ഇത്തരം നടപടികൾ കൊണ്ട് പിണറായി വിജയന് സാധിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉത്തരം പറയിച്ചേ അവസാനിപ്പിക്കുള്ളൂ. അതുകൊണ്ട് വലിയ ഏകാധിപതികൾ, വലിയ അഴിമതിക്കാർ, ആ അഴിമതിക്കാർ തൽക്കാലത്തേക്ക് ഇതുപോലെയുള്ള വിദ്യകൾ കൊണ്ട് ഓട്ടയടച്ചിട്ടുണ്ടെങ്കിലും അവസാനം ജനങ്ങളുടെ മുന്നിൽ, ജനങ്ങളുടെ കോടതിയിൽ ഉത്തരം പറഞ്ഞ് ആ ജനങ്ങളുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ജനാധിപത്യത്തിൻ്റെ ചരിത്രം. ആ ജനാധിപത്യത്തിൻ്റെ ചരിത്രം
കേരളത്തിലെ ജനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഭാരതീയ ജനതാ പാർട്ടി തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും.